ജീവിക്കുന്നത് തന്നെ. എന്നാൽ എന്താണ് നിലവിലുള്ള അവസ്ഥ, എന്താണ് നമ്മൾ ഏതൊരു കാലഘട്ടത്തിൽ, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരം, ഒരു പുതിയ വഴിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാം, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലെ? എനിക്കും സ്വപ്നമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നമുണ്ട്. കാരണം ആ ഓരോ സ്വപ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ അല്ലെ? നാളെ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, തീർച്ചയായിട്ടും എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്. അത് ഏറ്റവും ചെറുതാണെങ്കിൽ പോലും ഏറ്റവും വലുതാണെങ്കിൽ പോലും ഓരോരുത്തർക്കും അവരുടേതായ സ്വന്തം സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നാണ് പറയുന്നത്. വലിയ കുന്നോളം ആഗ്രഹിച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണ്. നമ്മൾക്കറിയാം, നമ്മൾ ഇപ്പോ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലക്ഷറി അല്ലെങ്കിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരായ വ്യക്തിയായിട്ടും അതൊന്നും സാധിക്കില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിരുന്നത്. അവരെ ആകണം, അത് ഒരാളെ സാധാരണ, തീർച്ചയായിട്ടും അതൊരു വലിയ ഡ്രീം തന്നെയാണ്. അപ്പോ എത്ര വലിയ സ്വപ്നങ്ങൾ ആണോ അത്രയും നമ്മൾക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്കത് നേടണം എന്ന് തോന്നുമ്പോൾ എന്നാൽ ഫാക്ട് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പണപ്പെരുത്തത്തിന്റെ തോത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ചിട്ടും ഒക്കെ വേണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാനായിട്ട്. നമുക്ക് 1960കളിൽ ഒരു 100 രൂപ വേണമായിരുന്നു അത്യാവശ്യം കഴിഞ്ഞുകൂടി പോകുന്നതിനായിട്ട്. അന്ന് 100 രൂപയ്ക്ക് അതിൻ്റെതായ മൂല്യമുണ്ടെന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. 1980 ആയപ്പോഴത്തേക്കും അത് ഒരു 0 കൂടിയിട്ട് 1000 ഓരോ 20 വർഷം കൂടുമ്പോഴും റൈറ്റ് സൈഡിൽ ഓരോ 0 ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2000 എത്തിയപ്പോഴത്തേക്കും അത് 10,000 രൂപ വേണം. 2020 ആയപ്പോഴത്തേക്കും 1,00,000 രൂപ വേണം. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത വരുന്നത് 2040 അപ്പോഴത്തേക്കും ഈ കണക്കനുസരിച്ചാണെങ്കിൽ 10,00,000 രൂപയെങ്കിലും വരുമാനം നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ നിലവിലുള്ള രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലോണുകളുമായിട്ടും പല പല ഇതൊക്കെ ആയിട്ടും നമ്മളുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് വരുമാനം നമുക്ക് ഒരിക്കലും കൂടുന്നില്ല. ഇനി നമുക്ക് നോക്കാം, നമ്മളുടെ ഒരു ജീവിത ചക്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 20 വയസ്സ് വരെയൊക്കെ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ജീവിക്കുക അല്ലെ? പഠിത്തത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അവരെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ, ജോലിയൊക്കെ കിട്ടിയത് ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ തന്നെ എക്സ്പെൻസും തുടങ്ങുന്നു. കാർ ലോൺസ് ഉണ്ടാവുന്നു, പിന്നെ നമ്മുടെ വിവാഹം, അത് കുട്ടികളുണ്ടായി അതിന്റെ ചെലവ്, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഹോം ലോൺ വരുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇങ്ങനെ ഇന്നലെ വരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു, ഇന്ന് നമ്മളുടെ സ്വന്തമായിട്ട് വരുമാനം നേടുന്നുണ്ടെങ്കിലും അത് എക്സ്പെൻസ് ചെയ്തുകൊണ്ട് അത് ചെലവഴിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുന്നു. മിക്കവാറും റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്കും ഭാവിയിൽ ഫ്യൂച്ചറിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ആരെങ്കിലൊക്കെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈ കാർ ലോൺ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, ഹോം, വീട്, സ്വന്തമായിട്ടൊരു വീടൊക്കെ നേടിക്കഴിയുമ്പോഴത്തേക്കും റിട്ടയർമെന്റിലേക്ക് എത്തുന്നു. അതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം തീർന്നിട്ട് വീണ്ടും നമ്മൾ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 45% ആളുകളും റിട്ടയർമെന്റിന് ശേഷം മക്കളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വസ്തുത. 30% പേര് ഓൾഡ് ഏജ് ഹോമിലാണ്, വൃദ്ധസദനങ്ങളിലും മറ്റും ആയിരിക്കും. 23% സ്റ്റിൽ വർക്കിംഗ്. നമുക്കറിയാം പല പല മേഖലകളിൽ റിട്ടയർമെന്റിന് ശേഷവും ജോലി എടുക്കുന്നവർ, അത് സെക്യൂരിറ്റി ജോലിക്കാരാണെങ്കിൽ പോലും അതിനു മേലെ തങ്ങളാൽ കഴിയുന്ന ആരോഗ്യമുള്ള തങ്ങളുടെ ആരോഗ്യം വെച്ചിട്ട് എന്തൊക്കെ ജോലി ചെയ്യാൻ സാധിക്കുന്നോ അതെല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു റിട്ടയർമെന്റ് ആസ്വദിക്കാതെ വീണ്ടും തങ്ങളുടെ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ തങ്ങളുടെ ആ ഒരു ശിഷ്ട ജീവിതകാലം, ഇപ്പൊ മരുന്നിനൊക്കെ ആണെങ്കിലും ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ജോലി എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഒരു 2% ആളുകൾ മാത്രം ഫിനാൻഷ്യലി ഫ്രീ ആയിട്ട്
ജീവിക്കുന്നുണ്ടാകും. അപ്പൊ ഇതിൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഇതിൽ ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. നമുക്കത് നമ്മളുടെ പൂർവികരുടെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം അവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലൈഫിൽ എന്തൊക്കെ നേടിയോ അത്രയൊക്കെ നമുക്കും നേടുവാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശരാവേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ, നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പനി നമ്മളെ അവതരിപ്പിക്കുകയാണ്. നമ്മളുടെ ആരാധനായ കമ്പനിയുടെ ചെയർമാൻ ശ്രീ സമീർ മോദിയുടെ ഒരു മിഷനുമാണ് ഈ ഒരു പ്ലാൻ. ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും സാമ്പത്തികമായിട്ട് സ്വതന്ത്രനാകാൻ, അവന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് അവസരം നൽകുക എന്നുള്ള ആ ഒരു പ്ലാന്റെ പേരാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ലിമിറ്റ്ലെസ്, പരിധിയില്ലാത്ത ഒരു വിജയം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നമുക്ക് വരുന്നത്. സമീർ ജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നായ മോദി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ്. നിരവധി രാജ്യങ്ങളിൽ 120ഓളം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ്. അതിന്റെ ഒരു പാർട്ടാണ് നമ്മളെ ഈ പറയുന്ന മോദി കെയർ, അതിന്റെ മോദി വേ എന്ന ഈ ഒരു പ്ലാൻ. എന്താണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ബിസിനസ് അവസരം? ഇത് അങ്ങനെയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ട്രഡീഷണൽ ബിസിനസ് എന്താണെന്ന് നമ്മൾ അറിയണം. അതായത് നമ്മളൊക്കെ ഉപഭോക്താക്കളാണ് അല്ലെ, നമുക്കൊക്കെ ഉൽപ്പന്നങ്ങൾ കൂടി തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഈ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നത് കമ്പനിയിൽ നിന്ന്. അപ്പൊ ഇവിടെ ഒരു നെറ്റ്വർക്ക്, ഇവിടെ ഇതും വേണമെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ഹോൾസെയിലേഴ്സിന്റെയും റീറ്റെയിലറുടെ ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഒരു കസ്റ്റമർ ആയിട്ടുള്ള നമുക്ക് ഒരു ഉൽപ്പന്നം ലഭിക്കുന്നത്. ആ സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ ലഭിക്കുമ്പോൾ കമ്പനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് അടക്കം, ലാഭം അടക്കം 35 രൂപയാണ് വരുന്നതെങ്കിൽ ഒരു എൻഡ് കസ്റ്റമർക്ക് കിട്ടുമ്പോൾ അത് 100 രൂപയാവുന്നു. ബാക്കി വരുന്ന ആ ഒരു 65 രൂപയോളം വരുന്നത് ഏകദേശം ഈ പറയുന്ന ഇടനിലക്കാരുടെ എല്ലാം കമ്മീഷൻ ആയിട്ടാണ്. അപ്പൊ അതും ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വളരെ ഭീമമായിട്ട് നമ്മൾ 100 രൂപയ്ക്കല്ലോ മാത്രമല്ലല്ലോ, നമ്മൾ ഒരു മാസം വേണ്ട നിത്യോപയോഗ ഉൽപ്പന്നങ്ങളെല്ലാം മേടിക്കുമ്പോൾ നമുക്ക് 3000 മുതൽ 5000 രൂപ വരെ മിനിമം എങ്കിലും ആകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വലിയ എമൗണ്ട് ഒരു മാസം തന്നെ നമ്മൾ ഈ ഇടനിലക്കാരുടെ കമ്മീഷൻ, പിന്നെ അതുകൂടാതെ പരസ്യത്തിൽ വരുന്ന പരസ്യം പറയുന്ന ആക്ടേഴ്സ്, അതുപോലെ സെലിബ്രിറ്റികൾ, ഇവർക്കൊക്കെ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ഇതും ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് കമ്പനികൾ ഈ ഒരു ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടെ സെയിം കാര്യം തന്നെ നമ്മളൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്പനി ഒന്ന് മാറ്റി വാങ്ങുവാൻ തയ്യാറായി, ഷോപ്പ് ഒന്ന് മാറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മോദി കെയർ ഇതേ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നേരിട്ട് കസ്റ്റമറായി നമ്മളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടനിലക്കാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു പണം കമ്പനിക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ഈ ഒരു ഷോപ്പ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് ഇൻസെന്റീവ് ആയിട്ടും ബോണസ് ആയിട്ടും കമ്പനി നമുക്ക് അതാത് മാസം നമുക്ക് തരുന്നു, വരുമാനം തരുന്നു. അതായത് ഒരു കസ്റ്റമർക്ക് തന്നെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. കമ്പനി ഇവിടെ ഇടനിലക്കാർക്ക് കൊടുക്കാതെ സേവ് ചെയ്യുന്ന പണം കസ്റ്റമേഴ്സിന് തന്നെ തിരിച്ച് നൽകുന്ന ഒരു സിസ്റ്റമാണ്. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ, കാരണം നമ്മൾ ഇന്നലെ വരെ കസ്റ്റമർ ആയിരുന്നു, നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഷോപ്പ് ഒന്ന് മാറ്റി ഇന്ന് നമ്മൾ മോദി കെയറിൽ നിന്ന് വാങ്ങുവാനായിട്ട് തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് ആണ്, നോ പ്രെമിസസ് വേണ്ട, നമുക്ക് ഷോപ്പ് മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് തലമുറകൾ കൈമാറും. ഇപ്പൊ മോദി കെയർ ഏതാണ്ട് 29 വർഷം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ജനറേഷൻസിന് കൈമാറി. ഇതിന്റെ തുടക്കകാലത്ത് കൊച്ചുകുട്ടികളായിരുന്നവർ ഇന്ന് ഇതിലെ ടോപ്പ് ഏണേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ബിസിനസ് ഫോർ ജനറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ട്രാൻസ്ഫറബിൾ ബിസിനസ് ആണ്. നമുക്ക് നമ്മളുടെ കാലശേഷം നമ്മളുടെ അടുത്ത അവകാശിക്ക് നമ്മളുടെ അതേ ഇൻകം തോടുകൂടി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പ്രീവിയസ് എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഒരു പാസീവ് ഇൻകത്തിനുള്ള സോഴ്സ്, കാരണം നമ്മളുടെ കാലശേഷവും ഈ വരുമാനം നമുക്ക് നിൽക്കുന്നില്ല എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇതൊരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത്. അതുപോലെ നിരവധി ലീഡേഴ്സ് ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് വളരെ സക്സസ് ആയിട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഓഫറുകൾ കമ്പനി തരുന്നുണ്ട്, മറ്റ് ഒരു ഷോപ്പിലും ലഭിക്കാത്തത്. മിനിമം ഒരു 1000 രൂപ മുതൽ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മേടിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ സാർ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നോ, വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. ബിജു സാറേ, നെറ്റ്വർക്ക് എന്താ വിഷയം ഉണ്ടെന്നുണ്ട്, കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ, ബിജു സാർ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ, നെറ്റ്വർക്ക്. വീഡിയോ ഓഫ് ചെയ്താൽ മതി. ഓക്കെ. ബിജു സാറിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏതാനും നിമിഷങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോറി, ഞാൻ ബിജു സാർ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഓഫ് ആണ്. ഓക്കെ, സോറി. കാണുന്നുണ്ടല്ലോ അല്ലെ? സംസാരിച്ചത് ലോയൽറ്റി ആൻഡ് ലോയൽറ്റി പ്ലസ്. അതായത് 6 മാസം നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 7ാമത്തെ മാസം നമുക്ക് 6 മാസത്തിന് ആവറേജ് തുല്യമായിട്ടുള്ള ഉൽപ്പന്നം. റീപർച്ചേസ് പ്രോഗ്രാം കംപ്ലീറ്റ് കേട്ടില്ല. റീപർച്ചേസ് ഓഫർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ മാസവും 1000, 2000, 3000, 5000 ഇങ്ങനെ ഓരോ സ്ലാബിൽ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഏതാണ്ട് 10% വില വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആണ്, അതായത് MRP അല്ല, നമ്മൾ 1000 രൂപ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനായിരിക്കും ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത്. ഏകദേശം നമുക്ക് 107 രൂപ വില വരുന്ന MRP വരുന്ന ടൂത്ത് പേസ്റ്റ് ഈ മാസം നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. അതുപോലെ നമ്മൾ 2000 രൂപയ്ക്കാണെങ്കിൽ ഗ്രീൻ ടീയോ സൺസ്ക്രീൻ ലോഷനോ നമുക്ക് ലഭിക്കുന്നു. 3000 രൂപയ്ക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കൺസെപ്റ്റ് ടോണർ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു. 5000 രൂപയ്ക്ക് ഇതുപോലെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് ലഭിക്കുക. അത് ഓരോ മാസവും ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്നത്. അടുത്ത ലോയൽറ്റി ആണ്. നമ്മൾ ഓരോ 6 മാസവും നമുക്ക് എല്ലാ ദിവസവും ഉൽപ്പന്നങ്ങൾ കൂടിയേ തീരും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കും, അത് തീരും, വീണ്ടും മേടിക്കും. അപ്പൊ അങ്ങനെ ഒരു 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് 6 മാസത്തെ ആവറേജിന് തുല്യമായിട്ടുള്ള ഉൽപ്പന്നം ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അതായത് അതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10000 രൂപയുടെ വരെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്. പ്ലസ് തീർന്നില്ല, ലോയൽറ്റി പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത 6 മാസം നമുക്ക് വീണ്ടും പ്രൊഡക്റ്റുകൾ കൂടിയേ തീരും. അപ്പോൾ അടുത്ത 6 മാസവും നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഒരു 10000 രൂപയുടെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. പ്ലസ് നമ്മൾ 12 മാസം തുടർച്ചയായിട്ട് മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നത് കൊണ്ട് നമുക്കൊരു ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഈ 12 മാസത്തെ ആവറേജിനും തുല്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 10000 രൂപ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മാസവും ഉൽപ്പന്നം മേടിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ മൊത്തം ഒരു വർഷത്തിൽ 30000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ DP പ്രൈസ് വരുന്ന ഉൽപ്പന്നങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നു. അതിൽ തന്നെ നമുക്ക് ലോയൽറ്റി പ്ലസ് റിവാർഡ് ക്ലബ് ഉണ്ട്. നമ്മളുടെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റുകളായിട്ട് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്ത് നമുക്ക് ഈ പോയിന്റുകൾ മാറ്റിയിട്ട് മേടിക്കാനും ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ലൈഫിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കമ്പനി നമുക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. 12 ടൈപ്പ് വരുമാനമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്. ഇതൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലൈഫിൽ വേണ്ട ഒരു ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 12 ടൈപ്പ് ഇൻകം ഉണ്ട്. 72% വരെ പേ ഔട്ട് നമുക്ക് കമ്പനി തരാൻ തയ്യാറാണ്. ഫസ്റ്റ് പറയുന്നത് സേവിങ്സ് ഓൺ കൺസംഷൻ ആണ്. പ്രോഫിറ്റ് അപ് ടു 33%. അതായത് നമ്മളൊക്കെ MRP കൊടുക്കണ്ട, നമ്മൾ ഇതിനകത്തൊരു കസ്റ്റമർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
33% വരെ വിലക്കുറവിൽ ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോയൽറ്റി പ്രോഗ്രാം ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നു. രണ്ടാമത് വരുന്നത് പ്രോഗ്രഷൻ ബോണസ് ആണ്. ഇത് 6% നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിന്റെ നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റിന്റെ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മന്ത്ലി ലഭിക്കുന്നതാണ്. നമ്മൾ റെഫർ ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് 2 മുതൽ 6% വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഇന്ന് ഈ ലോകത്തിലില്ല. ഒരു ബിസിനസ് മാത്രമല്ല, ഏത് കാര്യം എടുത്താലും അതിനകത്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ രോഗികളുടെ പേഷ്യൻസിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ അത് മാനേജ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഏത് മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്തെല്ലാം ഒരു നെറ്റ്വർക്ക്. നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഫോൺ പോലും അതിൽ പോലും ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു മേഖല എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്കും തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെറ്റ്വർക്ക് കൂടിയേ തീരൂ. നമ്മളുടെ നെറ്റ്വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രഷൻ ബോണസിനോടൊപ്പം അഡീഷണൽ ഇൻകം കൂടി നമുക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് പവർ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എന്തിനാണ് ഈ പവർ ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളുടെ ബിസിനസിന്റെ പില്ലറുകളാണ്. അപ്പോൾ നമുക്കൊരു ടീം കൂടിയേ തീരൂ. ആ ടീം നമുക്ക് ബിൽഡ് ചെയ്യുന്നതിന് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻകമാണ് ഈ പവർ ഓഫ് 4 എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ടീം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മളുടെ കൂടുതൽ വലിയ ടൈറ്റുകളിലും വലിയ ഇൻകത്തിലേക്ക് എത്തുവാനായിട്ട് അത് സാധിക്കുന്നു. അങ്ങനെ ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡയറക്ടർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. നമ്മളും നമ്മുടെ ടീമും കൂടി ഏതാണ്ട് 1100 PV, അതായത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും വോളിയം ഉണ്ട്. അത് 1100 ഒരു മാസത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കുന്നു. നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ മേടിച്ചിരിക്കേണ്ട PV എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡയറക്ടർ ക്വാളിഫൈഡ് ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വെഹിക്കിൾ ബോണസ് ഉണ്ട്. അത് ഡയറക്ടേഴ്സിന് ലഭിക്കുന്നതാണ്. വെഹിക്കിൾ ബോണസ് ഉണ്ട് ഏതാണ്ട് 2500 വരെ. ഈ ഒരു ബോണസ് മാത്രം തരാൻ കമ്പനി തയ്യാറാണ്. അതുകൂടാതെ നാഷണൽ ട്രാവൽ ബോണസ് ഉണ്ട്. ഡയറക്ടേഴ്സിനും സീനിയർ ഡയറക്ടർ ടൈറ്റിൽ എത്തുന്നവർക്കും ലഭിക്കുന്നതാണ്. 5000 രൂപ വരെ നമ്മളുടെ വരുമാനത്തിനോടൊപ്പം നമുക്ക് കമ്പനി തരുവാനായിട്ട് നമുക്ക് തയ്യാറാണ്. ഒരു ഡയറക്ടർ ക്വാളിഫൈഡ് കഴിഞ്ഞാൽ 3 ബെനിഫിറ്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് 17% ഡയറക്ടർ ബോണസ് ഉണ്ട്, 3% വെഹിക്കിൾ ബോണസ്, 4% ട്രാവൽ ബോണസ്. ഇത് പൂൾ സിസ്റ്റം ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് നിങ്ങളുടെ അപ്ലയൻസ് ആയിട്ട് സംസാരിക്കുക. നമ്മളൊരു ലീഡ് ബൈ എക്സാമ്പിൾ, നമ്മൾ ഒരു മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളൊരു ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ ഡയറക്ടേഴ്സിനെ നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സീനിയർ ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള ഓരോ റാങ്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മെന്റർഷിപ്പ് ബോണസ്, അതായത് സീനിയർ ഡയറക്ടർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ലീഡേഴ്സിനും ലഭിക്കുന്നതാണ്. അത് 15% പൂളാണ്. പൂൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ നാഷണൽ ടേൺ ഓവറിന്റെ ഒരു വീതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വലിയൊരു ഇൻകം ആണ്. അപ്പൊ നമ്മുടെ ടീമിൽ കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു മെന്റർഷിപ്പ് ബോണസിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നു. അത് കൂടാതെ നമുക്ക് വേൾഡ് ടൂർ, നാഷണൽ ടൂർ കൂടാതെ വേൾഡ് ടൂർ ലഭിക്കുന്നു. ഇത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് മുതൽ മുകളിലേക്കുള്ളവർക്കാണ്. മാസം 30,000 രൂപ വരെ നമുക്ക് ഈ ടൂർ ഫണ്ടായിട്ട് നമുക്ക് കമ്പനി നമുക്ക് തരുവാനായിട്ട് തയ്യാറാണ്. അടുത്താണ് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമായ ലക്ഷറി കാർ ഫണ്ട് എന്നുള്ളത്. അത് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആൻഡ് എബോവ് ആളുകൾക്ക് ലഭിക്കുന്നതാണ്. 40,000 രൂപ വരെ മാസം നമുക്ക് ഈ ഒരു ബോണസ് മാത്രം നമുക്ക് തരുവാനായിട്ട് കമ്പനി തയ്യാറാണ്. അതുപോലെ നമുക്കറിയാം, ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഡ്രീം ഹോം ബോണസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പ്ലാറ്റിനം, അതായത് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള കേവലം നമുക്ക് എത്രയോ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ആയിട്ട് നമുക്ക് എത്രയോ ആളുകൾ നമുക്ക് പരിചയമുണ്ട്. അവരിൽ നിന്നും ഒരു 4 പേരെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ച് അവരെ ഡയറക്ടർ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോം ബോണസ് എല്ലാം നമുക്ക് ലഭിക്കുവാനായിട്ട് തുടങ്ങും. 50,000 രൂപ വരെ മാസം ഈ ഒരു ബോണസ് മാത്രം നമുക്ക് തരുവാനായിട്ട് കമ്പനി തയ്യാറാണ്. അങ്ങനെ നമ്മളുടെ സ്വപ്ന ഭവനം, സ്വപ്ന വാഹനം ഇതെല്ലാം നേടുവാനായിട്ട് സാധിക്കുന്നു. ഇനി യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള അച്ചീവ്മെന്റ് ആണ് 11ാമത്തെ റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ് എന്നുള്ളത്. ഏതാണ്ട് 30,000 രൂപ വരെ മാസം നമുക്ക് ലഭിക്കുവാനായിട്ട് 3 ലക്ഷം വരെ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് സാധ്യതയുള്ള ഒരു വരുമാനമാണ് റെഡ് ഡയമണ്ട്. അതുപോലെ 10 ലക്ഷം വരെ നമുക്ക് മാസം ലഭിക്കുന്നതാണ് 12ാമത്തെ വരുമാനം ബ്ലൂ ഡയമണ്ട്. അപ്പോൾ കൂടുതൽ ഡയറക്ടേഴ്സിനെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ചെയ്യേണ്ടത്. നമുക്ക് കമ്പനി നമ്മളോട് പറയുന്നത്, നമുക്ക് ഒരു ഒത്തുചേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ
നേടിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പണം സമ്പാദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുക എന്നാണ് കമ്പനി നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പറയുന്നു, നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാം. ഈ ഒരു പ്ലാൻ, നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഈ ഒരു സൂപ്പർ പ്ലാൻ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും. വെറും 4 ടീമിൽ നിന്നുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ വേറെ ഒരു കമ്പനിക്കും ഇല്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. അതിന് നമുക്ക് സമീർജിക്ക് നന്ദി പറയാം. ഈ ഒരു പ്രസന്റേഷൻ സശ്രദ്ധം വീക്ഷിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തായിട്ട് ഞാൻ ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ജോളി സേവർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ ഒരു ബിസിനസ്സിലേക്ക് സാധാരണ വ്യക്തിയായിട്ട് കടന്നു വന്നു. ഇന്ന് ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നു ഇന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ടൈം ഫ്രീഡം, അതുപോലെ തന്നെ ഫാമിലിയോടൊപ്പം ഉള്ള ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ പാട്ടൊക്കെ പാടി ഈ ഒരു ബിസിനസ് എൻജോയ് ചെയ്യുന്ന അദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസാണ്. ഇപ്പോഴത്തെ ജനറേഷന് വലിയ ശമ്പളത്തെക്കാൾ കുടുംബത്തോടൊപ്പം കഴിയാനും ഒക്കെ ഉള്ള ഒരു ഇതാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു അവസരം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ജോളി സേവർ സാറിനെ ഞാൻ വെൽക്കം ചെയ്യണം. വെൽക്കം ജോളി സേവർ സാർ. ഓവർ ടു യു സാർ. ഓക്കെ, താങ്ക് യു. സൂപ്പർ പ്രസന്റേഷൻ. കൺഗ്രാജുലേഷൻ സാർ. വളരെ നല്ല രീതിയിൽ ചില മോഡിഫിക്കേഷനൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല സ്ലൈഡുകളെല്ലാം ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ബിജു സാർ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിനോടൊപ്പം പ്രോഗ്രാമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനങ്ങളും. ഞാൻ നേരത്തെ വായിച്ചൊരു പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ പറയുന്നത് ഈ പുസ്തകം വാങ്ങിച്ചപ്പോൾ തന്നെ ജീവിത വിജയം വാങ്ങിക്കാനുള്ള യാത്രയുടെ പകുതി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് പുസ്തകം വാങ്ങിച്ചപ്പോൾ തന്നെ. കാരണം വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പുസ്തകം വാങ്ങിച്ചത് എന്ന് പറയുന്ന പോലെ ഈ പ്രോഗ്രാമിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടും ജീവിതത്തിൽ വിജയം അർഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഈ സമയത്ത് ഒരുപാട് മറ്റു പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അല്ലെ. അതായത് നമുക്ക് ഫേസ്ബുക്കിലായിരിക്കാം, വാട്സപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ടെലിവിഷന് മുമ്പിലിരിക്കാം. പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ സൂമിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഈ ഇരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായി മാറട്ടെ. ഈ സമയം ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഈ സമയം ഉപകരിക്കുവാനായിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ബിജു സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം, എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ വരണം, ഇടനിലക്കാരുടെ ചൂഷണം, ഇത്തരം കാലം വരെ ഒരു അൺകോൺഷ്യസ് ലെവലില് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നവരായിരുന്നു നമ്മളെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ അബോധാവസ്ഥയിലായിരുന്നു. എന്നെ സംബന്ധിച്ചും ആദ്യമായിട്ട് മോദിക്ക് ഒരു പ്ലാൻ കേട്ടപ്പോഴാണ് ഇടനിലക്കാരുടെ ചൂഷണത്തെ പറ്റി ഞാൻ ബോധവാനായത്. 100 രൂപയ്ക്ക് ഏതാണ്ട് 65 രൂപ നഷ്ടപ്പെടുത്തുന്ന നാം 1000 രൂപയ്ക്ക് 650, 10,000-ന് 6,500, 1 ലക്ഷം രൂപ ഉൽപ്പന്നം പലപ്പോഴായിട്ട് മേടിക്കുമ്പോൾ 65,000 രൂപയും ഇടനിലക്കാർ ചോർത്തിക്കൊണ്ട് പോയിരുന്നു എന്നുള്ള സത്യം വാസ്തവത്തില് ഞാൻ മനസ്സിലാക്കിയത് മോദി കെയർ പ്രോഗ്രാം കേട്ടപ്പോഴും. പിന്നെ ഒരിക്കലും മോദി കെയറുള്ള ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങിക്കില്ല എന്ന് ഞാൻ അന്ന് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്നത്. ഇന്നും മോദി കെയർ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പുറത്തെ ഷോപ്പുകളിൽ പോകാറുള്ളൂ. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മോചിതരാകാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിലെ അല്ലെങ്കിൽ നല്ല ഡയറക്ട് സെല്ലിങ്ങിന് തീർച്ചയായിട്ടും നമ്മൾ മെമ്പർ ആകണം. അപ്പൊ അത് നമ്മൾ ഇതിലുണ്ട് ജോയിൻ ചെയ്ത ആളുകൾ, അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ആ ഒരു ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ മോദി കെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. രണ്ടാമത്, എന്തിന് മോദി കെയർ ചെയ്യണം, നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും നിലവാരമില്ലാത്തതാണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ഈ അടുത്ത കാലത്ത് വന്ന പല വാർത്തകളിലും ഇപ്പോ പല പ്രമുഖ ബ്രാൻഡുകളുടെയും കറി മസാലകളിൽ ക്യാൻസറിന് വരെ കാരണമാകുന്ന
ചേരുവകൾ അടങ്ങിയിരിക്കുന്നു നമ്മൾ വായിച്ചു. വെളിച്ചെണ്ണയിൽ മായം, തേയിലയിൽ മായം എന്ന് വേണ്ട എവിടെ നോക്കിയാലും മായമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തില് നല്ല ജെന്യൂനായിട്ടുള്ള കമ്പനികളുടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്ന മായരഹിതമായ ഉൽപ്പന്നങ്ങളാണ് നമ്മളെ പോലെയുള്ള കമ്പനികൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. നേരത്തെ പറഞ്ഞ പ്രമുഖ ബ്രാൻഡുകളുടെ, നേരത്തെ പറഞ്ഞ കറി മസാലകളില് ക്യാൻസറിന് കാരണമാവുന്ന കെമിക്കലുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നമ്മുടെ മുളക് പൊടി, നമ്മളുടെ സോൾ ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ മുളക് പൊടി ഗവൺമെന്റ് ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു മറ്റു പ്രമുഖ ബ്രാൻഡുകളിൽ കണ്ടെത്തിയ പോലെയുള്ള യാതൊരു കെമിക്കലുകളും നമ്മുടെ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പോലും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മായരഹിതമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമ്മളെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അതേസമയം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളും ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും കെമിക്കലുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന്, ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ ബോഡി കെയർ ചെയ്യണം. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരാളോട്, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുവെ നമ്മളെ പോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത ഒരാളോട് ചോദിക്കുക എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ എന്തായിരിക്കും പറയുന്നത്? പ്രത്യേകിച്ച് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാത്ത നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് ചോദിച്ചാൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ എന്ന് പറയും, വായയ്ക്ക് നല്ല രുചി വേണം, വയറ് നിറയണം. ശരിയല്ലേ? പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളുടെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അവയവങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല ഉൽപ്പന്നങ്ങളിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധിയായ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, നമ്മളിൽ പലരും, അല്ലെ? ഹോസ്പിറ്റൽ ചെലവുകൾ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണത്തിൽ ഭൂരിഭാഗവും ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഭക്ഷണത്തിൽ കിട്ടാത്ത പോഷകങ്ങൾ പുറമേ നിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് സപ്ലിമെന്റ്സിന്റെ പ്രാധാന്യം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സപ്ലിമെന്റ്സ് നമ്മുടെ കമ്പനിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വഴി നമുക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു, നമുക്ക് ദീർഘായുസ് ലഭിക്കുന്നു, നമ്മൾ കൂടുതൽ ചെറുപ്പമാകുന്നു എന്നുള്ളതാണ് സത്യം. മോദി കേരള സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പ്രായമാകുന്നില്ല. അപ്പൊ അതിനു വേണ്ടി, അല്ലെ, ഇതെല്ലാവരും ആഗ്രഹിക്കുന്നു. സാധാരണ പറയുന്ന ഒരു വാക്യമുണ്ട്, ലിവിങ് ലോങ് ആൻഡ് ഡൈയിങ് ഷോർട്ട്. മറ്റത് ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ്. ഞാൻ പല പ്രോഗ്രാമുകളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ഷോർട്ട് ഡൈയിങ് ലോങ് എന്ന് പറയുമ്പോഴേക്കും, അതായത് ഒരു 30-40 വയസ്സാകുമ്പോൾ തന്നെ അസുഖങ്ങൾ വരുന്നു, ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഡയബറ്റീസ് വരുന്നു, പിന്നീട് മരുന്നുകളുടെ സഹായത്തോടു കൂടി മരിച്ചു ജീവിക്കുന്ന അവസ്ഥ. ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം വരുന്ന പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ? ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ്, മരിച്ചു ജീവിക്കുന്ന അവസ്ഥ. പ്രൊഡക്ടിവിറ്റി ഇല്ല, എനർജി ഇല്ല, സ്റ്റാമിന ഇല്ല, എങ്ങനെയൊക്കെ ജീവിക്കുന്നു. അപ്പൊ അതേസമയം നമുക്ക് വേണ്ടെന്നാണ് ലിവിങ് ലോങ് ഡൈയിങ് ഷോർട്ട്, അല്ലെ? കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി, യുവത്വത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അവസാന കാലം വേണമെങ്കിൽ, അല്ലെ, അല്പം ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതായത് ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാല് നമുക്ക് നടന്ന് മരിക്കാൻ കഴിയണം, അല്ലെ? കിടന്നല്ല, നടന്ന് മരിക്കാൻ കഴിയണം. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മോദിക്കലുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മോദിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതും സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടതും ആരോഗ്യന്മാരായിട്ട്, ആരോഗ്യവതിലായിട്ട് ജീവിക്കേണ്ടതും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ? സാറിനോ? റിനി മാഡം, ബിജു സാർ, സിസിലി മാഡം, അവരൊക്കെയാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും അതിനു വേണ്ടിയായിട്ട് നമ്മൾ മോദി കെയർ ചൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് മായമില്ലാത്ത ഉൽപ്പന്നങ്ങളെ കുറിച്ചും അതേമാതിരി തന്നെ ആരോഗ്യത്തോടെ കൂടുതൽ ജീവിക്കുന്നതിനെ പറ്റിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഒരു വാക്കാണ് ICU, അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമുക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. 2 തരത്തിലുള്ള ICU ഉണ്ടെന്ന് പറയുന്നത്. ഒന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ICU, മായം നിറഞ്ഞ ഉൽപ്പന്നം ഉപയോഗിച്ച് പോഷകമില്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകുന്നതാണ് മെഡിക്കൽ ICU. നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഇനി രണ്ടാമത്തെ ICU ഉണ്ട്. ആ ICUയുടെ പേരാണ് ഫിനാൻഷ്യൽ ICU, അല്ലെ?
സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ പെട്ടുപോകുന്ന മറ്റൊരു ICU ആണ് ഫിനാൻഷ്യൽ ICU. അതായത് നിലവിൽ നമ്മളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ചാൽ, ഒരു അസുഖം വന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, ഒരു മാരേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലാവുന്നു? ഫിനാൻഷ്യൽ ICUയിലേക്ക് മാറുന്നു. ഫിനാൻഷ്യൽ ICUയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് വേണം, അല്ലെ? അല്ലെങ്കിൽ ഇന്ന് ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാവരും നോക്കിക്കഴിഞ്ഞാല്, ഞാനിടയ്ക്ക് പറയാറുള്ള അവരെല്ലാവരും ഒറ്റയാൾ പട്ടാളത്തിൽ വിജയിച്ച ആൾക്കാരല്ല, അല്ലെ? വൺ മാൻ ഷോ നടത്തിയ ആൾക്കാരല്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബിജു സാർ നേരത്തെ പറഞ്ഞ പോലെ അവർക്കെല്ലാം ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, സൈനിക ബലം അവർക്കുണ്ടായിരുന്നു. അവർ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ടീം അവർക്കുണ്ടായിരുന്നു, അല്ലെ? ഇവിടെയുള്ള കോടീശ്വരന്മാര്, അല്ലെ, അതീവ സമ്പന്നരായ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം വലിയ ടീമുണ്ട്. ടാറ്റ എടുത്തു കഴിഞ്ഞാലും, ബിർള എടുത്തു കഴിഞ്ഞാലും, ധീരുഭായ് അംബാനി ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വ്യക്തികളെ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെ? അവരാരും വൺ മാൻ ഷോ അല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള 95% ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൺ മാൻ ഷോയാണ്, ഒറ്റയാൾ പട്ടാളമാണ്. എന്നും എപ്പോഴും സംഭവിക്കാം. 100% അവന്റെ മാത്രം കഴിവിനെ, അധ്വാനത്തെ, പ്രയത്നത്തെ, സമയത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ, വരുമാനം ഉണ്ടാക്കുന്ന അവസ്ഥ. എന്താണ് കുഴപ്പം? എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ 100% ഇല്ലാതെ ആവുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നു, ഫിനാൻഷ്യൽ ICUയിലേക്ക് പോകുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു രണ്ടാമത്തെ വരുമാനം ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മോദി കെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യൽ ICUയിൽ നിന്നും അതേമാതിരി മെഡിക്കൽ ICUയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനോടൊപ്പം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ 3-4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കണം, നോക്കണമെന്ന് വിദഗ്ധർ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കമ്പനിയുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിവുള്ള, സ്റ്റെബിലിറ്റിയുള്ള, പാരമ്പര്യമുള്ള, പ്രൊഫൈലുള്ള കമ്പനി ആയിരിക്കണം അത് എന്ന് വളരെ നിർബന്ധമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വ്യവസായം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച കമ്പനി, ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള കമ്പനി, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ, വൈവിധ്യങ്ങൾ ഉൽപ്പന്നങ്ങളുള്ള കമ്പനി, ഏറ്റവും കൂടുതൽ ആളുകളെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള കമ്പനി, പിന്നെയും വരുന്ന ജൂലൈ മാസം ആയിരക്കണക്കിന് ആൾക്കാരെയാണ് കമ്പനി പട്ടായയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതേപോലെ ഏറ്റവും കൂടുതൽ കാർ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ച കമ്പനി, ഏറ്റവും കൂടുതൽ മനോഹരമായ ഓഫീസുകളുള്ള കമ്പനി, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനി, ഇതെല്ലാം നോക്കുമ്പോൾ അവിടെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കമ്പനി തീർച്ചയായിട്ടും അഭിമാനിക്കാതെ മോദി കെയറാണ്. ഉൽപ്പന്നങ്ങളുടെ വില എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള വില, റേഞ്ച്, ഇങ്ങനെയൊക്കെല്ലാം നോക്കുമ്പോൾ മോദി കെയർ ഏറ്റവും നല്ലൊരു ചോയ്സാണ്. ഇനി അതിനോടൊപ്പം എന്താണ് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ല ജീവിതത്തിൽ വിജയിച്ച ആളുകൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഭൂരിഭാഗം വരുന്ന ആളുകളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർ ചെയ്ത് വിജയിക്കാത്ത, അല്ലെങ്കിൽ പ്രൂവൺ അല്ലാത്ത സിസ്റ്റം ഫോളോ ചെയ്ത് സ്വപ്നങ്ങളെല്ലാം കുഴിച്ചുമൂടി ജീവിക്കുന്നവരാണ്, അല്ലെ? ഏതെങ്കിലും ഒരു മുതലാളിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെല്ലാവരും ജോലി ചെയ്യുന്നത് അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയല്ല, അവരുടെ ബോസിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങൾക്കായിട്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവസരം നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവസരം എന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് കരുതി ട്രഡീഷണൽ ജോലി ചെയ്യുന്നവരും ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് ചെല്ലുന്ന ഉൽപ്പന്നം വാങ്ങാൻ, അതല്ലെങ്കിൽ സേവനത്തിനായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പ്ലംബർമാരും അല്ലെങ്കിൽ മേസന്മാരും സാധാരണ ജോലിക്കാരെല്ലാം അന്വേഷിച്ച് നമ്മൾ ചെല്ലാറുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ ഒരു ഇലക്ട്രിക്കൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെ സമീപിക്കുന്നു? നമ്മൾ ഒരു ഇലക്ട്രീഷ്യന്റെ അടുത്ത് ചെല്ലുന്നു. ഒരു പ്ലംബിംഗ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലംബറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ ഈ പ്ലംബറും ഇലക്ട്രീഷ്യനും ഒരു കോടീശ്വരനായി ഞാൻ കണ്ടിട്ടില്ല, ശരിയാണോ? നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. അതേമാതിരി ബിസിനസ് ആണെങ്കിലോ, ഒരു ഷോപ്പ് തുറന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നു, ഉൽപ്പന്നങ്ങൾക്കായിട്ട് കസ്റ്റമേഴ്സ് അങ്ങോട്ട് ചെല്ലുന്നു, അല്ലെ? പക്ഷേ ലോകത്തിൽ അതീവ സമ്പന്നരായ ആളുകളെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരാരും കസ്റ്റമർ നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരുന്നിട്ടില്ല.
അവർ അവസരം അന്വേഷിച്ചു പോയ ആൾക്കാർ. ശരിയാണോ ലീഡേഴ്സ്? ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു അനുഭവമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 900 പേരോട് ഞാൻ എന്റെ കയ്യിലുള്ള ആശയം അവതരിപ്പിക്കും. എത്ര പേരോടാണോ? ഏതാണ്ട് 900 പേരോട് ഞാൻ എന്റെ കയ്യിലുള്ള ആശയം അവതരിപ്പിച്ചു. അതിൽ ഏതാണ്ട് 500 പേരാണ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നത്. എന്റെ ആശയം അവതരിപ്പിക്കാൻ അപ്പോയിന്റ്മെന്റ് തന്ന ഏതാണ്ട് 500 പേരാണ്. അതിൽ ഏതാണ്ട് 200 പേരാണ് എന്നോടൊപ്പം സഹകരിച്ചത്. കണക്കുകളൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഏകദേശം പറയുന്നത് 200ഓളം പേര് അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ചു. അതിൽ 100ഓളം ആളുകളാണ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു 30ഓളം വരുന്ന വ്യക്തികൾ എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു. അവരാണ് എന്നെ ഒരു കോടീശ്വരനാക്കി മാറ്റിയത്. അപ്പോൾ എത്ര പേരോട് അവസരം പറഞ്ഞു? 900 പേരോട് പറഞ്ഞു. അത് 500ആയി, 200ആയി, 100ആയി, 30ആയി. അങ്ങനെ അദ്ദേഹം ലോകം അറിയുന്ന ഒരു കോടീശ്വരനായി മാറി. അപ്പൊ അദ്ദേഹം അവസരം മറ്റുള്ളവരോട് പറഞ്ഞതാണ്. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ആശയത്തെ എത്തിച്ച വ്യക്തിയാണ്. മമ്മൂട്ടി ഇപ്പോഴും പറയുന്നുണ്ട്, അതേ ഇപ്പോഴും നല്ല അവസരത്തിനായിട്ട് ഇപ്പോഴും ഡയറക്ടേഴ്സിനെ സമീപിക്കാറുണ്ട്. യേശുദാസ് ആകാശവാണിയെ സമീപിച്ചു പാട്ട് പാടുന്നതിനുള്ള അവസരത്തിനായിട്ട്. ആദ്യം അദ്ദേഹത്തിന് ശബ്ദം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ആകാശവാണി പറഞ്ഞയച്ചെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? അത് ദാസേട്ടനെയാണ് അല്ലെ? അമിതാഭ് ബച്ചൻ അവസരം അന്വേഷിച്ചു ചെന്നു. കുതിരമുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഡയറക്ടേഴ്സും അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. കുതിരമുഖമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം, ഒരു താരം തീർച്ചയായിട്ടും അമിതാഭ് ബച്ചൻ തന്നെ. അപ്പൊ ഇവരെല്ലാവരും തന്നെ അവസരം അന്വേഷിച്ചു പോയ ആളുകളും. അങ്ങനെയാണ് നമുക്ക് 2 ഓപ്ഷൻ. ഒന്നുകിൽ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അടുത്തേക്ക് ആളുകൾ വരാൻ വേണ്ടി ട്രഡീഷണൽ ജോലിയോ ട്രഡീഷണൽ ബിസിനസ്സോ ചെയ്ത് ഓർഡിനറി ആയിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മഹത്തായ ആശയം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന 100ലധികം രാജ്യങ്ങളിലെ 100ലധികം വർഷങ്ങളായി ഒരുപാട് സാധാരണക്കാരായ ആളുകളെ കോടീശ്വരന്മാരാക്കിയിട്ടുള്ള അതീവ വിജയികളായിട്ടുള്ള ഈ അവസരം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാം. അവസരം അവർക്ക് കൊടുക്കാം. അവസരം നമുക്ക് ഷെയർ ചെയ്യാം. ഏത് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മോദിഗർ പോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയിൽ പ്രവർത്തി വിജയിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ കയ്യിലുള്ള മനോഹരമായ ഉൽപ്പന്നങ്ങൾ, മനോഹരമായ സപ്ലിമെന്റ്സ്, മഹത്തായ ഈ ഒരു ആശയം ഇത് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ദാസേട്ടനും നേരത്തെ പറഞ്ഞ ബിൽ ഗേറ്റ്സും അതേമാതിരി തന്നെ മമ്മൂട്ടിയൊക്കെ ചെയ്തതുപോലെ നമ്മളും ഈ ആശയം ഈഗോ കൂടാതെ ഈഗോയോട് ഗോ പറഞ്ഞുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തയ്യാറാണോ? അങ്ങനെ ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്, മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇല്ലാത്ത വിദേശ യാത്രകൾ, സ്വപ്നവാഹനം, അംഗീകാരങ്ങള്, വ്യക്തിത്വ വികസനം, നേതൃത്വ ഗുണം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഇതെല്ലാം നമ്മെ തേടി വരുന്നു. ഇതെല്ലാമാണ് വിജയിച്ച ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കമ്പനിയുടെ ഗോൾഡൻ റൂൾസ് എന്താണ്? യൂസ് ദി പ്രോഡക്റ്റ്. ഉൽപ്പന്നങ്ങൾ മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരം മോദിഗർ ഉൽപ്പന്നം ഉപയോഗിക്കുക. മാക്സിമം ആളുകൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അവസരം ഷെയർ ചെയ്യുക. ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, വിജയിച്ച ആൾക്കാർ എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ള ഈ മെസ്സേജ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഷെയർ ദി ഓപ്പർച്യൂണിറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വഴിയായിട്ട് ഏതൊരു വ്യക്തിക്കും വിജയിക്കാവുന്ന മഹത്തായ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നമുക്കിപ്പോ ബിഗ് സാർ നേരത്തെ അവതരിപ്പിച്ച പുതിയ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത് പഴുതടച്ച ഒരു പ്ലാനാണ്. എല്ലാ തരത്തിലും എല്ലാ അഡ്വൈസേഴ്സിനെയും സന്തോഷിപ്പിക്കുന്ന, അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നൽകുന്ന ഒരു പ്ലാനാണ്. നമ്മുടെ പഴയ റീപർച്ചേസ് പ്രോഗ്രാം കമ്പനി തിരിച്ചു വന്നു. നമുക്കിപ്പോ രൂപയുടെ അടിസ്ഥാനത്തിലാണ് പ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. 1000, 2000, 3000, 5000 ഒക്കെ വാങ്ങിക്കുമ്പോൾ വെറും 1 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ലോയൽറ്റി പ്രോഗ്രാം 1 വർഷം 30,000 വരെ കമ്പനി നീട്ടി തന്നിട്ടുണ്ട്.
ഡയറക്ടർ ലെവലിലേക്ക് പഴയ അക്യുമിനേഷന്റെ സഹായമൊന്നും വേണ്ട, ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട. ശക്തമായ പ്രവർത്തനം വഴി വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരാൾക്ക് ഡയറക്ടർ ആകാം. ഡയറക്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ബോണസും ഡൊമസ്റ്റിക് ട്രാവൽ ബോണസും മറ്റ് ഡയറക്ടർ ബോണസും എല്ലാം നമുക്ക് കിട്ടുന്നു, മറ്റു ഓഫറുകൾ കൂടാതെ. നെക്സ്റ്റ് ലെവലുകളിലേക്ക് പോകുന്നവർക്കും മനോഹരമായിട്ടുള്ള വരുമാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾ നമ്മുടെ കാലിലാണ്. ഇത് അടിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അടിച്ച് ഗോളാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനായിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഒന്നു ചേരുക, ലീഡേഴ്സുമായിട്ട് ചേർന്ന് പോവുക, നമ്മുടെ കമ്പനിയും ലീഡേഴ്സും നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലും സജീവമായിട്ട് പങ്കെടുക്കുക, ടീമിനോടൊപ്പം പങ്കെടുപ്പിക്കുക. അതിനോടൊപ്പം നമ്മളെ MLC-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന പ്രോഗ്രാമുകളിൽ ആ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ പങ്കെടുക്കുക. വരുന്ന വ്യാഴാഴ്ച, അതായത് മറ്റന്നാൾ എന്ന് പറയുമ്പോൾ ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച നമ്മളെ MLC-യിൽ 11 മുതൽ 1:30 വരെ നമ്മുടെ പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മുടെ ജിനീഷ് സാറ് വിശദീകരിക്കുന്നു. എങ്ങനെ നമുക്ക് ഒരു പെട്ടെന്ന് അച്ചീവറായിട്ട് മാറാന്നുള്ള സീക്രട്സ് നമ്മളെ പഠിപ്പിക്കും. സാധിക്കുന്ന എല്ലാ ആൾക്കാരും വ്യാഴാഴ്ച 11 മണിക്ക് നടക്കുന്ന MLC പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അതിനോടൊപ്പം 15-ാം തീയതിക്ക് മുമ്പ് തന്നെ കമ്പനി തരുന്ന റീപർച്ചേസ് പ്രോഗ്രാം പരമാവധി പ്രയോജനപ്പെടുത്തുകയും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ബിസിനസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മളുടെ ബിസിനസ് നേരത്തെ ക്ലോസ് ചെയ്യുക. ഈ ഒരു മാസം എല്ലാവരുടെയും വരുമാനത്തിൽ വലിയൊരു വർധനം ഉണ്ടാവട്ടെ. ഈ ഒരു വർഷം നമ്മളെല്ലാവരെയും ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഈ ഒരു പ്ലാറ്റ്ഫോം, മോദി കെയർ പ്ലാറ്റ്ഫോമും പുതിയ മോദി കെയർ പ്ലാനും നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി പ്രോഗ്രാം പ്രസന്റേഷൻ ചെയ്ത ബിജു സാറിനും പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ശുഭരാത്രി നേരം. താങ്ക് യു സോ മച്ച്. ജയ് മോദി കെയർ. താങ്ക് യു ഓൾ. Thank you all. Good night.